അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി എന്നുള്ള അവസ്ഥയാണ് തുർക്കിക്ക് ഇപ്പോൾ. ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യയുടെ ഒരു തീരുമാനം കാരണം തുർക്കിക്ക് ഒലിച്ചു പോയത് 4300 കോടി രൂപയാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മുടെ രാജ്യത്ത് പിന്നിൽ നിന്ന് കുത്തിയ ഒരു രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത്. ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാന് നമ്മുടെ ജനങ്ങളെ ആക്രമിക്കാനും നമ്മുടെ പട്ടാളക്കാരെ കൊലപ്പെടുത്താനുമായി ഡ്രോണുകൾ, ബെയ്റക്ടർ ഡ്രോണുകൾ എന്ന് പറഞ്ഞ ഡ്രോണുകൾ കൈമാറിയിട്ടുണ്ടായിരുന്നു. തുർക്കി ഇത്തരത്തിലുള്ള ഡ്രോണുകൾ കൈമാറി ഇന്ത്യയിലേക്ക് അത് വന്ന് പതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ മനസ്സിലാക്കിയിരുന്നു തുർക്കി പാകിസ്ഥാന്റെ പിന്നിലുണ്ട് എന്ന്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയുടെ കാല് കരഞ്ഞു പിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയോട് പറഞ്ഞു, വെടിനിർത്തണം, ഞങ്ങൾക്ക് ഇനി താങ്ങാനാകുന്നില്ല. ഇന്ത്യ വെടിനിർത്തൽ നിലവിൽ കൊണ്ടുവന്നു. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും നിന്റെ മണ്ടക്കിട്ട് പൊട്ടിക്കും എന്ന് ഇന്ത്യ ആ സമയം പറഞ്ഞിരുന്നു. അതിനുശേഷം ഉണ്ടായ നീക്കങ്ങൾ അതിശയകരമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിലേക്ക് ഒരു സന്ദർശനം നടത്തി. എന്താണ് ഈ സൈപ്രസ്? തുർക്കിയുടെ വലിയ രീതിയിലുള്ള ശത്രു രാജ്യമാണ് സൈപ്രസ്. ഒരു കാലത്ത് തുർക്കിയും ഗ്രീസും രണ്ടായി വിഭജിച്ചെടുത്തിരുന്ന ഒരു രാജ്യമാണ് സൈപ്രസ് എന്ന് പറയുന്നത്. ഈ സൈപ്രസിൽ തുർക്ക് ഓക്കുപ്പൈഡ് സൈപ്രസ്, അതായത് തുർക്കി കയ്യേടിയ സൈപ്രസിന്റെ അതിർത്തിയിൽ ചെന്ന് നരേന്ദ്രമോദി നിൽക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ബ്രഹ്മോസ് വേണം, സുഖോയ് വേണം, എന്താണ് വേണ്ടത്? നരേന്ദ്രമോദി അവിടെ നിന്ന് ഈ ചോദ്യമാണ് സൈപ്രസിന്റെ ഭരണാധികാരിയോട് ചോദിച്ചത്. ഇത് കണ്ട് തുർക്കി ഞെട്ടി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞുള്ള നീക്കം ഗ്രീസിലേക്കായിരുന്നു. ഗ്രീസിൽ നമ്മുടെ സംയുക്ത നാവികാഭ്യാസം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രചണ്ഡ് എന്ന് പറയുന്ന നാവികസേനയുടെ കപ്പൽ ഗ്രീസിൽ വലിയ രീതിയിൽ നീന്തിത്തുടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് അർമേനിയയ്ക്ക് ഇന്ത്യ കൊടുത്ത ആയുധങ്ങൾ കണ്ട് ഞെട്ടിയത് തുർക്കി മാത്രമല്ല, തുർക്കിയുടെ സന്തത സഹചാരിയായിട്ടുള്ള അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം കൂടെയായിരുന്നു. ആ ആയുധങ്ങൾ ഞങ്ങൾക്ക് കൂടി തരാമോ എന്ന് അസർബൈജാൻ ചോദിക്കുന്ന സാഹചര്യം വരെ എത്തി. ഇപ്പോഴിതാ പാകിസ്ഥാനുമായി സൗഹൃദം സ്ഥാപിക്കാൻ തുർക്കിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു. 4 പാടും തുർക്കിയെ വളഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. സംഭവം വേറൊന്നുമല്ല, ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനെ പിന്തുണച്ചതിന് തുർക്കിയിലെ സെലബി ഏവിയേഷൻ കമ്പനിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു എന്നുള്ളൊരു വാർത്തയാണ്. 1 വർഷം മുമ്പ് കമ്പനിയെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുകയും ഇതുമൂലം എത്ര കോടി നഷ്ടപ്പെട്ടുവെന്ന് കമ്പനി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ തീരുമാനം തുർക്കി കമ്പനിക്ക് നഷ്ടമാക്കിയത് ആയിരക്കണക്കിന് കോടികളാണ്. ഇന്ത്യൻ സർക്കാരിന്റെ നടപടി ഒറ്റ ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും $500 മില്യൺ മൂല്യം ഇല്ലാതാക്കിയെന്നും കമ്പനി അവകാശപ്പെടുന്നു. കമ്പനി ഇതിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഡൽഹി ഹൈക്കോടതി പറഞ്ഞു, എടുത്തുകൊണ്ട് പോടാ നിന്റെ ഹർജി എന്നാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത്. ഡൽഹി ഹൈക്കോടതിയുടെ ഈ ഒരു നിരീക്ഷണം കൂടെ കേട്ടപ്പോൾ സെലബിക്ക് സമാധാനമായി. സെലബി ചില്ലറ കമ്പനിയല്ല, നമ്മുടെ രാജ്യത്ത് വിവിധ തരത്തിലുള്ള വേദികളുള്ള കമ്പനിയാണ്. ഊറ്റിക്കളഞ്ഞു ആ സമയമായപ്പോൾ. ഇപ്പോൾ തിരിച്ചു കയറണം സെലബിക്ക്. അതിന് പാകിസ്ഥാനുമായിട്ടുള്ള സൗഹൃദം ഉപേക്ഷിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയേണ്ട ഗതികേടിൽ നിലവിൽ തുർക്കി എത്തിയിരിക്കുകയാണ്. ഇതെല്ലാം യാറാല നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരൊറ്റ പേര്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.